ഓ ഷിറ്റ്, എന്നെ വിട്. ഈ വീട് ഞാൻ ദിസ് വാസ് ജെന്നിസ് ഹോം മാഡം. യെസ്, ഇവിടെയല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്? അല്ല ആന്റി. പേടിക്കണ്ട മോളോ, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ചെറിയൊരു അടവാ. അതിനെന്താണ് ഇങ്ങനെയൊക്കെ? എന്നോട് പറഞ്ഞ് ഞാൻ വരത്തില്ല. അത് പിന്നെ നിന്റെ ഒപ്പമുള്ളവരുടെ മുന്നിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ. ഓ, അവര് പറഞ്ഞത് കേട്ട് പ്രശ്നമൊന്നുമില്ല. അവരൊന്ന് ടെൻഷൻ അടിച്ചിട്ട് നിന്നെ കാണാതിരുന്നതിന്. ഓക്കെ മാഡം, ഞാനിവിടെ കൊണ്ടാക്കി. ഞാൻ പോട്ടെ. പെട്ടെന്ന് പോ, നമ്മുടെ ഓഫീസർ ആരും ഇല്ല ഇപ്പൊ. ഇതപ്പോ നിങ്ങളുടെ സ്റ്റാഫാണോ? യെസ്, ഞാൻ മാഡത്തിന്റെ സ്റ്റാഫാ. ഞാൻ വിചാരിച്ച ഒരു ഗുണ്ടയായിരിക്കുന്നു. ഇത്രയും സ്റ്റൈലായ എന്നെ നീ തെറ്റിദ്ധരിച്ചു മോളെ. ഇത്രയും സുന്ദരിയായ എന്നെ ഒരു കൊള്ളക്കാരത്തിയാണെന്ന് തെറ്റിദ്ധരിച്ചില്ലേ? അതുപോലെ ആയിരുന്നല്ലോ വർത്തമാനമൊക്കെ. നിന്നെ എന്ത് പേടിപ്പിക്കാനാവും. വാ, ഇന്ന് നമുക്ക് പോവാം. ഓക്കെ മാഡം. പിന്നെ ജെന്നി നിന്റെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്നോട് എന്തൊക്കെ പറയാനുണ്ടത്രേ. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കൊഴപ്പല്ലമ്മേ, ഇപ്പൊ കാലിനൊന്നും ഒരു വേദനയില്ല. അതാ സൂചി അടിക്കേണ്ടതാ. അത് കഴിഞ്ഞ് വേദനയൊക്കെ തുടങ്ങിക്കോളും. പോമേ, ശരിക്കും എനിക്കിപ്പോ ഒരു വേദനയില്ല. സൂചി അടിച്ചിട്ട് ഇപ്പൊ എത്ര നേരം കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല. കുറച്ച് കഴിയട്ടെ, അപ്പൊ നീ കരയരുത്. അത്രേ ഉള്ളൂ എനിക്ക്. ഇല്ലമ്മേ, ഞാൻ കരയത്തൊന്നുമില്ല. പുറത്ത് പിന്നെ മഴയെന്നാ. സ്കൂളൊക്കെ തുറക്കാറായപ്പോ പിന്നെ കാലടിച്ചേ. ആ, സ്കൂൾ തുറക്കാനല്ലേ? എനിക്ക് നോറബുജിയുടെ ബാഗ് തന്നെ വേണം. ഹോസ്പിറ്റൽ ബില്ലായി നിന്റെ 4 ബാഗ് വാങ്ങുന്ന കാശ്. അതൊന്നും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് കാശ് ചെലവാന്നൊക്കെ നല്ലതാ മോളെ. കുഞ്ഞുമുട്ടിയോ? ആ, ഞാനെന്നെ. ഇന്ന ഇതങ്ങോട്ട് വാങ്ങിക്കോ. ചോറും കൂട്ടാനൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടിട്ട പുറത്ത്. അയ്യോ, അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. പുറത്തുനിന്ന് വാങ്ങാണ്ടേ ആവശ്യമല്ലേ ഉള്ളൂ. ആ, ഒന്ന് പറഞ്ഞാ പറ്റൂ കേട്ടവളെ. നമ്മൾ സ്നേഹത്തോടെ ഒരു കാര്യം ചെയ്തു തരുമ്പോ വേണ്ടാന്ന് പറയരുത്. ആനിയോ, എങ്ങനെയുണ്ട് കാലി? കുഴപ്പമൊന്നുമില്ല കുഞ്ഞുമുച്ച. ഇപ്പൊ എനിക്കൊരു വേദനയില്ല. ഇന്ന് എന്തെന്നെ ഡിസ്ചാർജ് ആയിക്കൂടെ? 2 ദിവസം റെസ്റ്റ് എടുക്കാനാ പറഞ്ഞേക്കുന്നേ. അപ്പൊ എങ്ങനെ ഡിസ്ചാർജ് ആവാ? അതൊക്കെ നമ്മളൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇവിടെ നമ്മളൊരു കുടുംബക്കാരത്തിന്റെ മൈമുന, ഓളി ഇവിടെയാണ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓളോട് ഞാൻ പറഞ്ഞോളൂ ഡിസ്ചാർജ് ആക്കി. ഇന്ന് ഡിസ്ചാർജ് ആയാൽ അത്രയും നല്ലത്. എന്തായാലും വൈകുന്നേരം വരെ നിൽക്കേണ്ടി ഇരിക്കാരെന്ന് റൂം എടുത്തല്ലേ. നേരെ എന്നാ പോവാന്നല്ലേ? ആ, അതാ നല്ലത്. എനിക്കൊന്ന് വയ്യ. കുട്ടികളൊക്കെ അവിടെ ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. അതങ്ങനെ തന്നെയാണ്. നമ്മളെ കുട്ടി നമ്മളെ അരികിലെങ്കിൽ നമുക്ക് അതിന്റെ വിഷമം ഉണ്ടാവേ. അപ്പൊ ഇനി എത്ര വലിയ കുട്ടികളായാലും. ആ, അത് ശരിയാ. എന്നാൽ നമ്മളൊന്ന് മൈമുനോട് സംസാരിച്ചിട്ട് വരട്ടോ. ഓക്കെ കുഞ്ഞുമുട്ട. സൈനത്ത, സൈനത്ത. ആ, അല്ല ക്ലാര എവിടെ? അത് പിന്നെ സൈനത്ത, ക്ലാര. ഓ സൈനത്ത, അവളുടെ കാര്യം ഒന്നും പറയണ്ട. അവൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമെന്ന് പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അയ്യോ, എന്ത് പരിപാടി നിങ്ങൾ കാണിച്ചത്? അവള് കൊച്ചല്ലേ. അതിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എങ്ങനെ അറിയും? ഇല്ല, അവളാരൊന്നും ചെയ്യത്തൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ചാല് സൈനത്ത, അവളുടെ കൂടെ ഒരു ചേച്ചി ഉണ്ട്. ഒരു ചേച്ചി എവിടുന്ന് വന്നിരുന്നു. എന്നിട്ട് അവള് സംസാരിക്കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവളെ തട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിച്ചു പൊക്കെ പാറു. എന്നിട്ട് നിങ്ങൾ ആ കുട്ടിനെ അവിടെ ഇട്ടിട്ട് പോന്നോ? എന്റെ ദേവൂത്, നിനക്കേലും കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചേ. നീ ഇങ്ങനെയാണെന്ന് കരുതിയില്ലാട്ടോ. ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ അമ്മ നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല അവിടുന്ന് പോയത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉത്തരവാദിത്തം ഇല്ലേ കുട്ടികളെ? അയ്യോ സൈനത്ത, ഞാൻ അത്രയ്ക്കും ചിന്തിച്ചില്ല. ഇനിയിപ്പൊ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. എവിടുന്നാ നിങ്ങൾക്ക് ആ കുട്ടിയെ കാണാതായതല്ല, അവളവിടെ നിന്നതാ. ആ മറ്റേ ബസ് സ്റ്റാൻഡിലാ. എന്റെ ദേവി, ബസ് സ്റ്റാൻഡിലൊക്കെ അവൾ ഒറ്റക്കിട്ട് പോരാൻ പാടുണ്ടോ? അതൊക്കെ കൊടും ക്രൂരതയല്ലേ കുട്ടികൾ. അത് പിന്നെ സൈനത്ത, അവള് വാശി പിടിച്ച് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാവോ? വാ, നമുക്ക് അവളെ പോയി നോക്കാം. ഇവിടെ ഒന്നും ആ കൊച്ചില്ലല്ലോ. അവൾ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയി കാണും. നമുക്ക് ഇവിടെ ആരെയും ചോദിച്ചു നോക്കാം. ഇനി എന്ത് ചെയ്യും സൈനത്ത? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പേടിയാവുന്നു. വേറെ മമ്മീനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും? ഇതൊക്കെ കുട്ടികളെ ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കേണ്ട കാര്യമോ? ഇപ്പൊ ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും അത് ആലോചിക്കാം. നമുക്ക് ഇവിടെ ആരെടുത്തേലും ചോദിച്ചു നോക്കാം. ചേച്ചി ചേച്ചി, ഇവിടെ ഒരു കുട്ടി ഉണ്ടായാലോ? ആ കുട്ടി എങ്ങോട്ട് പോകുന്നുണ്ടോ? ഒരു മഞ്ഞ മുടിയുള്ള കുട്ടിയല്ലേ? അതിനോ? ആ കൊച്ചിനെ എന്റെ പ്രായമുള്ള ഒരു പെൺകുട്ടി കൂട്ടിക്കൊണ്ട് പോകുന്നേ കണ്ടു. അവര് കാറിൽ പോകുന്ന ഞാൻ കണ്ടേ. കുട്ടി ചേച്ചിയുടെ പ്രായമുള്ള ആരും ഞങ്ങൾക്കില്ല. അപ്പൊ ആ കുട്ടീനെ ആരെ കൊണ്ടുപോയത്? സൈനത്ത മോളെ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാം? ആരെയില്ലല്ലോ. വാ വാ, നമുക്ക് വീട്ടിൽ പോയി നോക്കാം. കൊണ്ടുപോകുന്നേ അതൊന്നും നടപ്പുള്ള കാര്യമല്ല. വീട്ടിലേക്ക് അവളെ എങ്ങനെ കൊണ്ടുപോകാനാ? ആ ചേച്ചിക്ക് നമ്മുടെ വീട് പോലും അറിയില്ല. ആ ചേച്ചിയുടെ ലൈഫിലേക്ക് നമ്മളെ കണ്ടിട്ടേ ഇല്ല. പിന്നെ എവിടെ പോയി അന്വേഷിക്കുന്ന മക്കളെ നിങ്ങൾ ഈ പറയുന്നേ? എവിടെ? ആ കാർ എങ്ങോട്ട് പോയി? കണ്ടോ? മറ്റേ നമ്മുടെ എന്താ പറയാ, MG റോഡില്ലേ, അത് വഴി പോയത്. അത് വഴിയോ? അവിടെ ഞങ്ങൾക്ക് അങ്ങനെ ആരുമില്ല. എനിക്ക് തോന്നുന്നത് ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്താണെന്നാ. കിഡ്നാപ്പോ? അവളെയോ? ഓ, ഓളമ്മേനെ വലിയ പൈസക്കാരത്തിയാണ്. അപ്പൊ കിഡ്നാപ്പ് ഒക്കെ എണക്കാരെ കാര്യം. ഇതന്നെയാണ് കിഡ്നാപ്പ്. വേറെന്താ? അയ്യോ,
ആകെപ്പാട് കഷ്ടത്തിലായല്ലോ. ഇനി എവിടെ പോയി തരാനാ? എവിടെയൊക്കെ ഉണ്ടാവുന്നേ? എവിടെയെന്ന് വെച്ചാ